എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് വിശ്വാസം എന്താണെന്ന് ശ്രവിക്കാം. ക്രിസ്തുമതത്തിൻ്റെയും ക്രിസ്തീയ ജീവിതത്തിൻ്റെയും കാതൽ വിശ്വാസമാണ്. ദൈവത്തിലുള്ള അവൻ്റെ വാഗ്ദാനങ്ങളിലും രക്ഷയ്ക്കായുള്ള അവൻ്റെ പദ്ധതിയിലുമുള്ള ആഴത്തിലുള്ള വിശ്വാസവുമാണ് പലപ്പോഴും വിവരിക്കപ്പെടുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവത്തിലും അവൻ്റെ വചനത്തിലും ആശ്രയിക്കുന്നത് അതിൽ ഉൾപ്പെടുന്നു. അത് പെട്ടെന്ന് ദൃശ്യമാകാത്തതോ മനസ്സിലാക്കാവുന്നതോ അല്ല. എബ്രായർ 11 വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന കാര്യങ്ങളുടെ സാരാംശം, കാണാത്ത കാര്യങ്ങളുടെ തെളിവ് എന്ന് നിർവചിച്ചിരിക്കുന്നു. നമുക്ക് ഫലം കാണാനും പൂർണ്ണമായി മനസ്സിലാക്കാനും കഴിയാതെ വരുമ്പോഴും ഇത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ ഉറപ്പാണ്. പുതിയ നിയമത്തിൽ വിശ്വാസം എന്നത് പ്രത്യേകം ആണ്. ദൈവത്തിൻ്റെ പുത്രനും ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. സ്വയപ്രയത്നങ്ങളിലൂടെ ഉള്ള എല്ലാ മനുഷ്യാശ്രയങ്ങളും ഉപേക്ഷിക്കുന്നതും പൂർണ്ണമായി യേശുവിൽ ആശ്രയിക്കുന്നതും ഉൾപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം, അവൻ്റെ പ്രവൃത്തികൾ, അവൻ്റെ വാഗ്ദാനങ്ങൾ അവൻ്റെ വചനത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. വ്യക്തികൾ ദൈവവുമായി ബന്ധപ്പെടുന്നതിനും അവൻ്റെ കൃപയും രക്ഷയും നീതിയും സ്വീകരിക്കുന്നതിനുമുള്ള മാർഗമായതിനാൽ വിശ്വാസത്തിന് ബൈബിളിൽ ഒരു കേന്ദ്രവും അടിസ്ഥാനപരമായ സ്ഥാനവുമുണ്ട്. പുതിയ നിയമത്തിലുടനീളം ഒരു വ്യക്തിയെ രക്ഷിക്കാനുള്ള മാർഗമായി വിശ്വാസത്തെ ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവവുമായി ശരിയായിരിക്കുന്നതിന് വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. വിശ്വാസത്തിലൂടെയാണ് ഒരു വിശ്വാസി നീതീകരിക്കപ്പെടുന്നത്, ദൈവത്തിൻ്റെ നീതിമാനാണെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. വിശ്വാസം രക്ഷയിലേക്കുള്ള പ്രവേശനം മാത്രമല്ല, ദൈനംദിന ജീവിതത്തിൻ്റെ അടിത്തറയുമാണ്. പരീക്ഷണങ്ങളും വെല്ലുവിളികളും സഹിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നു. പാപത്തിന്മേലുള്ള വിജയത്തിൻ്റെ ഉറവിടം, ലോകത്തിന്മേലുള്ള വിജയം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസം പ്രകടമാക്കുന്നു. പരിവർത്തനത്തിലേക്ക് നയിക്കുന്നു. ദൈവവുമായുള്ള ബന്ധത്തിലേക്കുള്ള പാത നിത്യജീവനിലേക്ക് നയിക്കുന്നു. ആത്മീയ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ് വിശ്വാസം. അനുസരണയുടെ ജീവിതം, ദൈവമഹത്വത്തിനുമായി ജീവിക്കുക, നമ്മുടെ ജീവിതത്തിനായുള്ള അവൻ്റെ പദ്ധതിയിൽ വിശ്വസിക്കുക, സ്നേഹവും അനുകമ്പയും കാണിക്കുക, സഭയുമായി ബന്ധം പുലർത്തുക, ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ പ്രത്യാശ പുലർത്തുക. അങ്ങനെ നമ്മുടെ വിശ്വാസം വളരുകയും ദൈവത്തെ അറിയുന്നതിലൂടെ ലഭിക്കുന്ന സമാധാനവും സന്തോഷവും അനുഭവിക്കുകയും ചെയ്യും. അങ്ങനെ രക്ഷയ്ക്കും ദൈവവുമായുള്ള ബന്ധത്തിനും വിജയകരമായ ജീവിതം നയിക്കുന്നതിനും വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. ഒരു വ്യക്തി നീതീകരിക്കപ്പെടുകയും ലോകത്തെ ജയിക്കുകയും ആത്യന്തികമായി അവനോടൊപ്പം നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യുന്ന മാർഗമാണിത്. ദൈവം നമ്മെ അവനിലുള്ള അഗാധമായ വിശ്വാസത്താൽ നിറയ്ക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.